നമസ്കാരം. കേരളം ഇന്ന് ഒരു വലിയ ജനസംഖ്യാപരമായ മാറ്റത്തിൻ്റെ പാതയിലാണ്. ഒരു കാലത്ത് കുട്ടികളുടെ കളിചിരികൾ കൊണ്ട് നിറഞ്ഞ നമ്മുടെ നാട് ഇന്ന് പക്വതയാർന്ന മുടിനാരുകളുള്ള അനുഭവസമ്പന്നരായ ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ അഭയകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, കേരളത്തിലെ ജനസംഖ്യയുടെ 18% പേരും ഇന്ന് 60 വയസ്സിന് മുകളിലുള്ളവരാണ്. വരും വർഷങ്ങളിൽ ഇത് 25-30% ഉയരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ നാഴികക്കല്ലാകാൻ പോകുന്ന ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വയോജന മന്ത്രാലയം അഥവാ എക്സ്ക്ലൂസീവ് എൽഡർലി കെയർ മിനിസ്ട്രി കേരളത്തിൽ രൂപീകരിക്കാൻ പോകുന്നു. എന്താണ് ഈ പ്രഖ്യാപനത്തിൻ്റെ പ്രാധാന്യം? ഇതിനായി മുഖ്യമന്ത്രി കടമെടുക്കുന്ന ജപ്പാൻ മാതൃക എന്താണ്? എല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് വയോജനങ്ങളുടെ സംരക്ഷണമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായും ജോലിക്കായും നമ്മുടെ യുവതലമുറ കൂട്ടത്തോടെ വിദേശങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ ഇവിടെ തനിച്ചാകുന്നത് നമ്മുടെ അമ്മമാരും അച്ഛന്മാരുമാണ്. അവർക്ക് കേവലം പെൻഷൻ നൽകിയതുകൊണ്ട് മാത്രം അവരുടെ സുരക്ഷിതത്വം ഉറപ്പിക്കുവാൻ കഴിയില്ല എന്ന് കാലം നമ്മെ പഠിപ്പിക്കുന്നു. ഈ തിരിച്ചറിവിൽ നിന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ വിപ്ലവകരമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നിലവിൽ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ചെറിയ വിഭാഗം മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന വയോജനക്ഷേമത്തെ സ്വതന്ത്രമായ ഒരു മന്ത്രാലയമാക്കി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വയോധികരുടെ ആരോഗ്യം, സുരക്ഷ, നിയമസഹായം, മാനസിക ഉല്ലാസം എന്നിവയ്ക്കെല്ലാം ഇനി ഒരൊറ്റ കുടക്കീഴിൽ പരിഹാരമുണ്ടാകും. ഈ പദ്ധതിയുടെ ഏറ്റവും ആകർഷകമായ വശം ഇത് ജപ്പാൻ മാതൃകയിലാണ് വിഭാവന ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. എന്നാൽ അവിടെ വാർദ്ധക്യമെന്നത് ഒരു ശാപമല്ല, മറിച്ച് ആഘോഷമാണ്. ജപ്പാൻ എങ്ങനെയാണ് തങ്ങളുടെ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ലോങ് ടേം കെയർ ഇൻഷുറൻസ്. ജപ്പാനിൽ 40 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാരും ഈ ഇൻഷുറൻസിൻ്റെ ഭാഗമാണ്. വാർദ്ധക്യത്തിൽ ഇവർക്ക് ആവശ്യമായി വരുന്ന ഹോം നേഴ്സിംഗ് സേവനങ്ങൾ, മെഡിക്കൽ ചെലവുകൾ എന്നിവയുടെ 90% ഈ ഇൻഷുറൻസ് വഴി സർക്കാർ വഹിക്കുന്നു. രണ്ടാമതായി, വയോജന സൗഹൃദ നഗരങ്ങൾ. ജപ്പാനിലെ പൊതുഗതാഗത സംവിധാനങ്ങളും വഴികളും പാർക്കുകളുമെല്ലാം വയോധികർക്ക് തനിയെ നടന്നു പോകാൻ തക്കവണ്ണം ഡിസൈൻ ചെയ്തിട്ടുള്ളവയാണ്. മൂന്നാമതായി, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. കിടപ്പിലായ രോഗികളെ പരിചരിക്കാൻ ജപ്പാൻ വലിയ രീതിയിൽ കെയർ റോബോട്ടുകളെയും ഡിജിറ്റൽ ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. ജപ്പാനിൽ കിടപ്പിലായ രോഗികളെയും വയോജനങ്ങളെയും പരിചരിക്കാൻ സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് കെയർ റോബോട്ടുകളും ഡിജിറ്റൽ ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനങ്ങളും എത്രത്തോളം അത്ഭുതകരമായാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. വയോജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലുള്ള ജപ്പാനിൽ കെയർ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാനും രോഗികൾക്ക് പരമാവധി സ്വാതന്ത്ര്യം ഉറപ്പാക്കാനുമാണ് ഈ സംവിധാനങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത്. ഇവ പ്രവർത്തിക്കുന്നത് പ്രധാനമായും താഴെ പറയുന്ന രീതികളാണ്. ഒന്ന്, കെയർ റോബോട്ടുകൾ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. ജപ്പാനിലെ ആശുപത്രികളിലും പകൽ വീടുകളിലും സാധാരണയായി കണ്ടുവരുന്ന ചില പ്രധാന റോബോട്ടിക് സംവിധാനങ്ങൾ ഇവയാണ്. ട്രാൻസ്ഫർ അസിസ്റ്റൻ്റ് റോബോട്ടുകൾ. കിടപ്പിലായ ഒരു രോഗിയെ കട്ടിലിൽ നിന്നും വീൽ ചെയറിലേക്കോ അല്ലെങ്കിൽ ബാത്റൂമിലേക്കോ മാറ്റുക എന്നത് വലിയ ശാരീരിക അധ്വാനം ആവശ്യമുള്ള കാര്യമാണ്. ഇതിനായി റോബോട്ടിക് ലിഫ്റ്റുകളും ബെഡുകളും ജപ്പാനിലുണ്ട്. ചില സ്മാർട്ട് ബെഡുകൾ പകുതി ഭാഗം തനിയെ വീൽ ചെയറായി മാറുന്ന തരത്തിലുള്ളവയുമാണ്. ഇതിലൂടെ രോഗിയെ എടുത്തു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചകൾ പൂർണ്ണമായും ഒഴിവാക്കാം. ഇനിയും എക്സോസ്കെലിറ്റൺ സൂട്ടുകൾ. ഇത് കെയർ ടേക്കർമാർക്ക്, അതായത് പരിചരിക്കുന്നവർക്ക് ധരിക്കാൻ പാകത്തിലുള്ള റോബോട്ടിക് വസ്ത്രങ്ങളാണ്. കിടപ്പിലായ രോഗികളെ ഉയർത്താനും മാറ്റിക്കിടത്താനും നഴ്സുമാർക്കും ജീവനക്കാർക്കും ഇത് വലിയ ശാരീരിക ശക്തി നൽകുന്നു. ഇത് ജീവനക്കാരുടെ നടുവേദനയും ശാരീരിക ആയാസവും കുറയ്ക്കുന്നു. അടുത്തത്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹീലിംഗ് റോബോട്ടുകൾ. കിടപ്പിലായവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏകാന്തതയാണ്. ഇതിന് പരിഹാരമായി പാരോ എന്ന റോബോട്ടിക് സീൽ, അതായത് ഒരു കടൽ ജീവി
പെപ്പർ തുടങ്ങിയ റോബോട്ടുകളെ ജപ്പാൻ ഉപയോഗിക്കുന്നു. ഇവ രോഗികളോട് സംസാരിക്കുകയും അവയുടെ സ്പർശനങ്ങളോടെ പ്രതികരിക്കുകയും പാട്ടുകൾ പാടുകയും ചെയ്യും. ഇത് രോഗികളുടെ മാനസിക പിരിമുറുക്കവും ഡിമെൻഷ്യ അതായത് മറവി രോഗം പോലെയുള്ള പ്രശ്നങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നു. അടുത്തത് ഡിജിറ്റൽ ഹെൽത്ത് മോണിറ്ററിംഗ്. ഒരു നേഴ്സോ ഒരു കെയർ ടേക്കറോ 24 മണിക്കൂറും രോഗിയുടെ അടുത്ത് ഇരിക്കാതെ തന്നെ അവരുടെ ആരോഗ്യം സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഈ ഡിജിറ്റൽ ഹെൽത്ത് മോണിറ്ററിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നു. ഇതെങ്ങനെയെന്ന് നോക്കാം. ബെഡ് സെൻസറുകൾ. കിടക്കയ്ക്കടിയിൽ ഘടിപ്പിക്കുന്ന ഈ സെൻസറുകൾ രോഗിയുടെ ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം എന്നിവ നിരന്തരം നിരീക്ഷിക്കുന്നു. രോഗി എപ്പോഴാണ് ഉറക്കമുണരുന്നത്, എപ്പോഴാണ് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് സെൻസറുകൾ കൃത്യമായി മനസ്സിലാക്കി ഡ്യൂട്ടിയിലുള്ള നേഴ്സിൻ്റെ ഫോണിലേക്ക് അലർട്ട് അയക്കും. ഇതുവഴി രോഗി കട്ടിലിൽ നിന്ന് വീഴാതെ തടയാൻ സാധിക്കും. പിന്നീട് AI ക്യാമറകളും പ്രൈവസി സെൻസറുകളും. രോഗിയുടെ സ്വകാര്യത ലംഘിക്കാത്ത തരത്തിലുള്ള ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ തെർമൽ സെൻസറുകൾ മുറിക്കുള്ളിൽ സ്ഥാപിക്കാറുണ്ട്. രോഗി തറയിൽ വീഴുകയോ അസ്വാഭാവികമായ ചലനങ്ങൾ കാണിക്കുകയോ ചെയ്താൽ ഇത് ഉടൻ തന്നെ കൺട്രോൾ റൂമിൽ വിവരമറിയിക്കും. അടുത്തതായിട്ട് ധരിക്കാവുന്ന ഉപകരണങ്ങൾ. രോഗിയുടെ കൈകളിൽ കെട്ടുന്ന സ്മാർട്ട് ബാൻഡുകൾ വഴി അവരുടെ രക്തസമ്മർദ്ദം, ഓക്സിജന്റെ അളവ് എന്നിവ തത്സമയം മെഡിക്കൽ ടീമിന് ലഭ്യമാകുന്നതാണ്. ഈ സംവിധാനത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. രോഗിയുടെ മാന്യത. മലമൂത്ര വിസർജനം പോലെയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കുന്ന പ്രത്യേക റോബോട്ടിക് ടോയ്ലറ്റ് സീറ്റുകൾ ഉള്ളതിനാൽ മറ്റൊരാളുടെ സഹായം എപ്പോഴും തേടേണ്ടി വരുന്നതിലുള്ള വയോജനങ്ങളുടെ മാനസിക വിഷമം കുറയ്ക്കുന്നു. അടുത്തത് ജീവനക്കാരുടെ കുറവിന് പരിഹാരം. കുറഞ്ഞ ജീവനക്കാരെ വെച്ച് തന്നെ കൂടുതൽ രോഗികൾക്ക് മികച്ച പരിചരണം നൽകുവാൻ ആശുപത്രികൾക്ക് സാധിക്കുന്നു. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യയെ കേവലം യന്ത്രങ്ങളായി കാണാതെ മനുഷ്യത്വത്തോടുള്ള പരിചരണത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ ലോകത്തിലെ ഏറ്റവും മികച്ച മാതൃകയാണ് ഇത്. നാലാമതായി സജീവ വാർദ്ധക്യം. പ്രായമായവർ വീടുകളിൽ ഒതുങ്ങിക്കൂടാതെ തന്നെ അവർക്ക് അനുയോജ്യമായ ചെറിയ ജോലികൾ ചെയ്യാനും സാമൂഹികമായി ഇടപെടാനും ജപ്പാൻ അവസരമൊരുക്കുന്നു. ഇതിലൂടെ അവരുടെ മാനസിക ആരോഗ്യവും നിലനിർത്തുന്നു. ഇത് കേരളത്തിൽ എങ്ങനെ നടപ്പാക്കും എന്ന് നോക്കാം. ജപ്പാനിലെ ഈ അത്യന്താധുനിക സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് പുതിയ മന്ത്രാലയത്തിൻ്റെ ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമാകുന്നത് പോലെ വയോധികർക്ക് ആരോഗ്യകരവും മാന്യവുമായ ഒരു ജീവിതം ഉറപ്പാക്കുകയാണ് പ്രധാനം. കേരളത്തിൽ നിലവിലുള്ള വികേന്ദ്രീകൃത ആസൂത്രണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളും കോർത്തിണക്കിക്കൊണ്ടായിരിക്കും ഈ വകുപ്പ് പ്രവർത്തിക്കുക. ഓരോ വാർഡിലും വയോജനങ്ങൾക്കായി പകൽ വീടുകൾ, കൃത്യമായ ഇടവേളകളിൽ സൗജന്യ ആരോഗ്യ പരിശോധനകൾ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് കൗൺസിലിംഗ്, അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാൻ വയോജന സൗഹൃദ പോലീസ് സംവിധാനം എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായി വരും. ഇത് കേവലം ഒരു സഹായമല്ല, മറിച്ച് അവരുടെ അവകാശമാണ് എന്ന് ഭരണകൂടം അടിവരയിടുന്നു. വാർദ്ധക്യം എന്നത് ജീവിതത്തിൻ്റെ സായന്തനമാണ്. ആ സായന്തനത്തിന് ഇരുളിൻ്റെ കറുപ്പല്ല, മറിച്ച് സിന്ദൂരത്തിൻ്റെ ഭംഗിയാണ് ഉണ്ടാകേണ്ടത്. ഒരു കാലത്ത് നമുക്കായി ജീവിച്ചവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ മാന്യതയും സ്നേഹവും സുരക്ഷിതത്വവും ഉറപ്പാക്കുക എന്നത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ കടമയാണ്. ആ കടമയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ച ഈ പ്രത്യേക വയോജന മന്ത്രാലയവും ജപ്പാൻ മാതൃകയും. ഈ പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ പുതിയ പ്രഖ്യാപനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. മറ്റൊരു പ്രധാന വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.